ഹലോ എവരിവൺ. അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ. പാർട്ട് 1ൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ ക്രോസ് ബാഗ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ 4 ഗ്രാനി സ്ക്വയറും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ 4 ഗ്രാനി സ്ക്വയർ വെച്ചിട്ടാണ് നമ്മൾ ആ കാണുന്ന ക്രോസ് ബാഗ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 2 എണ്ണം നമ്മൾ നേരെ വെച്ചിട്ടും 2 എണ്ണം ഇങ്ങനെ ഒരു ക്രോസിൽ മടക്കി വെച്ചിട്ടുമാണ് നമ്മൾ ഇതിന് സ്റ്റിച്ച് ചെയ്ത് ഇത് ഒന്ന് എല്ലാം കൂടെ ചേർത്ത് തുന്നിക്കൊടുക്കുക. അപ്പം നമുക്ക് ആ ഒരു ഷേപ്പിൽ അത് കിട്ടും. അപ്പം നമ്മൾ ടേപ്പസ്ട്രി നീഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇതെല്ലാം കമ്പൈൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മുടെ സൂചി ഉണ്ടല്ലോ, അതിൻ്റെ വലിയതുണ്ടാവുമല്ലോ, അത് വാങ്ങിയിട്ട് അതിനകത്ത് ചെയ്താലും മതിയാവും. പക്ഷെ അതിൻ്റെ അറ്റം എന്ന് പറയുന്നത് നല്ല ഷാർപ്പായതുകൊണ്ട് ഇത് ഈ ഒരു യാണിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് തുന്നിക്കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതിയാവും. നമ്മൾ യാണിൻ്റെ ഗ്യാപ്പിൽ കൂടെ മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിതിൽ കാണിച്ചിരിക്കുന്നത് മനസ്സിലാവുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മനസ്സിലാക്കി തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതെ, നമ്മൾ കോർണർ ചെയ്യുമ്പോൾ അവിടെ 3 ചെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ നടുക്കിലെടുത്ത, അതായത് 2ാമത്തെ ചെയിനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ 2ൻ്റെയും നടുക്കിലത്തെ ചെയിനിലോട്ട് സ്റ്റിച്ച് മാർക്കർ ഇട്ട് ലോക്ക് ചെയ്യാണ്. അപ്പോൾ 2 സ്ഥലത്തും നമ്മളത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ചെയിനും മാറിപ്പോവില്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് ആദ്യം തന്നെ സെക്യൂർ ചെയ്യാൻ വേണ്ടി നേരത്തെ ചെയ്ത ലെയറിലെ ഡബിൾ ക്രോഷേൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് ആ നൂല് കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് സേഫായിട്ട് ഇരുന്നോളും. എന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ അറ്റത്ത് 2ൻ്റെ അറ്റത്ത് ചെയിൻസ് വരുന്നുണ്ടല്ലോ, അത് തമ്മിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് നമ്മൾ മൊത്തം കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളിത് ആദ്യത്തെ 2 എണ്ണം നമ്മൾ കമ്പൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ വൃത്തികേടൊന്നുമില്ല, നല്ല വൃത്തിയിൽ നമ്മൾ ഓരോ ഇഴകളിൽ കൂടിയും നമ്മൾ നൂല് കടത്തി വിട്ട്, അതായത് നമ്മുടെ യാണ് കടത്തി വിട്ട് നമ്മൾ അത് സെക്യൂർ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം കൂടെ അതുപോലെ ചെയ്യാം. ഞാൻ കാണിച്ചതുപോലെ അത് നമ്മൾ അതുപോലെ മടക്കി വെച്ചിട്ട് ചെയ്യേണ്ടതുണ്ട്.
അപ്പോൾ അതെ 3 തമ്മിൽ നമ്മൾ ഓരോ സൈഡ് കമ്പൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് ഇതുപോലെ ഇങ്ങനെ ഒരെണ്ണത്തിന് നമ്മളിങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞിട്ടാണ് മറ്റേതിനോട് കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്നത് പോലെ മടക്കി വെച്ചിട്ട് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം നൂലിൻ്റെ എൻഡ് നമ്മൾ സെക്യൂർ ചെയ്തിട്ട് അതുപോലെ ഓരോ ഗ്യാപ്പിൽ കൂടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അതിനെ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ നമ്മൾ 3 ഗ്രാനി സ്ക്വയർ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ മറ്റേ സൈഡിലും ഒരു ഗ്രാനി സ്ക്വയർ മടക്കി വെച്ചിട്ട് ആ 4മത്തതും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സെയിം പ്രോസസ്സ്. ക്രോസിൽ കോർണറിൽ വരുന്ന 3 സ്റ്റിച്ചിൽ ചെയിൻ സ്റ്റിച്ചിലെ നടുഭാഗത്തിന് നമ്മളൊന്ന് സ്റ്റിച്ച് മാർക്കർ കൊണ്ട് ലോക്ക് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നിൻ്റെ ഒരു സൈഡ് നമ്മൾ ഈ ബാഗിൻ്റെ 2 സൈഡ് വരുന്ന ഗ്രാനി സ്ക്വയർ ഉണ്ടല്ലോ, അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ടാണ് ഈ സൈഡിൽ വരുന്ന മടക്കി വെക്കുന്ന ഗ്രാനി സ്ക്വയറിൻ്റെ ഓരോരോ സൈഡ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ബാഗിൻ്റെ ഒരു സ്ട്രക്ചർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മേൽഭാഗം കരഭാഗമൊക്കെ കാണുമ്പോൾ ഒരു നീറ്റായിട്ടൊന്നും അല്ല ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിനി 1-2 ലെയർ കൂടി ഇതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് അതൊക്കെ നീറ്റായിട്ട് വരും. പിന്നെ ഈ നമ്മൾ നേരത്തെ കൊടുത്ത ടെയിലുണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ
അത് ഉൾഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ടേപ്പസ്ട്രി നീഡിൽ വെച്ചിട്ട് നമുക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. മേൾഭാഗത്താണ് വരുന്നതെങ്കിൽ അടുത്ത ലെയർ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് ലോക്കായി പോയിക്കോളും. അപ്പം നമുക്ക് അടുത്ത ലെയർ ചെയ്യാനായിട്ട് നമ്മൾ ഈ ബാഗിൻ്റെ സൈഡ് ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒരു ഗ്രാനി സ്ക്വയർ മടക്കി വെച്ച അതിൻ്റെ കോർണർ ആയിരിക്കും അതിന് നമ്മൾ ചെയ്ത ഒരു കോർണർ. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അതിൽ കൂടെ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് എടുത്ത് പിന്നെ യാണ് ലോക്ക് ചെയ്ത് നമ്മൾ മുമ്പൊക്കെ ചെയ്തതുപോലെ തന്നെ 3 ചെയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ 2 ഡബിൾ ക്രോഷേ, എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ അടുത്ത ഗ്യാപ്പിൽ 3 ഡബിൾ ക്രോഷേ, പിന്നെയുള്ള ഓരോ ഗ്യാപ്പിലും 3 ഡബിൾ ക്രോഷേ വീതം ചെയ്ത് നമ്മൾ പോവുകയാണ്. അപ്പോൾ അടുത്ത ഓപ്പോസിറ്റ് ഭാഗം വരുമ്പോൾ നമ്മൾ ഒരേ ഗ്യാപ്പിൽ 6 ഡബിൾ ക്രോഷേ ചെയ്യാനുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ചെയ്ത് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ 6 ഡബിൾ ക്രോഷേ ചെയ്യും. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. സെയിം 6 ഡബിൾ ക്രോഷേ ചെയ്യുന്നു. എന്നിട്ട് ഓപ്പോസിറ്റ് എൻഡ് വരെ ഓരോ ഗ്യാപ്പിലും 3 ഡബിൾ ക്രോഷേ വീതം ചെയ്തു പോകും. ഇപ്പം നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 3 ചെയിനും 2 ഡബിൾ ക്രോഷേയാണ് കൊടുത്തത്. ഇനി അവിടെ ബാലൻസ് വരുന്ന 3 ഡബിൾ ക്രോഷേയും കൂടെ കൊടുത്തിട്ട് ഫസ്റ്റത്തെ ആ 3 ചെയിനിലെ 3ാമത്തെ ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ റോ നമ്മൾ അവസാനിപ്പിക്കും. അപ്പോൾ 2 സൈഡിലും വരുന്ന ആ കോർണറിൽ 6 ഡബിൾ ക്രോഷേ വീതമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് അടുത്ത ലെയറും കൂടി സെയിം യാണ് കൊണ്ട് ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്ത ലെയർ അങ്ങ് ചെയ്ത് വിടാം. അടുത്ത ലെയറിൽ നമ്മൾ ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നത്തെ ലെയറിൽ നമ്മൾ ഡി റിങ് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. കാരണം സിംഗിൾ ക്രോഷേ ആയതുകൊണ്ട് നമുക്കത് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സിംഗിൾ ക്രോഷേ കഴിഞ്ഞ് രണ്ടാമത്തത് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ വരുന്ന ആ ചെയിനിൽ ഒന്ന് ലോക്ക് ചെയ്ത് വെച്ചേക്കാം.
അങ്ങനെ നമ്മൾ ഓരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷേ ചെയ്ത് അതും കൂടെ ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് അവിടെയും കൂടി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെയറിൽ നമ്മൾ ഡി റിങ് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ് ഇനി. ഇപ്പോൾ നോക്കിക്കേ, നമ്മൾ 2 ലെയറും കൂടെ ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു സൈഡൊക്കെ നല്ല പെർഫെക്റ്റായി നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചെടുത്ത് ഒരു ചെയിൻ കൂടെ ചെയ്തിട്ട് നമ്മൾ ഡി റിങ് വെച്ചിട്ട് അടുത്ത 3 സിംഗിൾ ക്രോഷേ, ഈ ലെയറിലും നമ്മൾ സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത 3 സിംഗിൾ ക്രോഷേ നമ്മൾ ആ ഡി റിങ്ങിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എടുത്ത ഡി റിങ് കുറച്ച് തിക്കായതുകൊണ്ട് എനിക്കത് ചെയ്യുമ്പോൾ കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ കുറച്ച് തിന്നായിട്ടുള്ള ഡി റിങ് വാങ്ങിയാൽ മതിയാവും. ഇത് ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ വാങ്ങാനുള്ള ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡി റിങ്ങിനെ ഇൻക്ലൂഡ് ചെയ്ത് 3 സിംഗിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി മുഴുവനും ഓരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷേ ചെയ്യാണ് കഴിഞ്ഞ ലെയറിൽ ചെയ്തതുപോലെ. അപ്പോൾ ആദ്യത്തെ സിംഗിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്റ്റിച്ച് മാർക്കറും ഉണ്ട്. മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് കൺഫ്യൂഷനൊന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷെ എന്നാലും ലാസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് ടൈറ്റായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിലെ ഡി റിങ് അറ്റാച്ച് ചെയ്യുന്നിടത്തും വരെ ചെയ്തു പോവാം. അപ്പോൾ ദേ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം കഴിഞ്ഞതിന് മുന്നത്തെ ലെയറിൽ നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്തപ്പോൾ ആ ഒരേ ഗ്യാപ്പിൽ നമ്മൾ 6 ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 6 ഡബിൾ ക്രോഷേയിലും സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 6 സ്റ്റിച്ചിലും നമ്മൾ ഇപ്പോഴും സിംഗിൾ ക്രോഷേ ചെയ്യും. ആ സിംഗിൾ ക്രോഷേ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡി റിങ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ 6 സിംഗിൾ ക്രോഷേ ഡി റിങ്ങിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യണം. എന്നിട്ട് സാധാരണ പോലെ ബാക്കി ഭാഗങ്ങളും നമ്മൾ ഓരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷേ ചെയ്തങ്ങ് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഫിനിഷിങ്ങിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ബാലൻസ് ആ കഴിഞ്ഞ റൗണ്ടിലെ ഡബിൾ ക്രോഷേൻ്റെ ആ 3 ഡബിൾ ക്രോഷേൻ്റെ 3 സിംഗിൾ ക്രോഷേ ചെയ്യാനുള്ള ചെയിൻസ് ബാക്കിയുണ്ട്. അപ്പോൾ ആ ലാസ്റ്റ് 3 ചെയിനിലെ സിംഗിൾ ക്രോഷേ നമ്മൾ ഈ ഡി റിങ്ങും കൂടി ആഡ് ചെയ്തിട്ട് ചെയ്യണം. നമ്മൾ ആദ്യം ഡി റിങ്ങിൽ 3 സിംഗിൾ ക്രോഷേ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനിയത്തെ 3 സിംഗിൾ ക്രോഷേയും കൂടി ഡി റിങ്ങിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് ആദ്യത്തെ സിംഗിൾ ക്രോഷേയിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ചെയിനും കൂടെ ചെയ്തിട്ട് ഈ യാൺ നമ്മൾ കട്ട് ചെയ്ത് അത് ടേപ്പസ്ട്രി നീഡിൽ വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബാഗിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് സ്ട്രാപ്പ് ഉണ്ടാക്കാം. അപ്പോൾ സ്ട്രാപ്പ് ഉണ്ടാക്കാൻ നമ്മൾ ബാഗ് ഹുക്കിലേക്ക് ആണ് നമ്മൾ ഫസ്റ്റത്തെ 6 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തിട്ട് നമ്മൾ പോവും. അപ്പോൾ അതിനകത്ത് സാധാരണ പോലെ നമ്മൾ ഹുക്ക് അതിൻ്റെ അകത്തൂടെ ഇൻസേർട്ട് ചെയ്ത് യാണ് പുൾ ത്രൂ ചെയ്ത് അതിൻ്റെ ടെയിൽ ലോക്ക് ചെയ്തിട്ട് നമ്മൾ ആ ടെയിലോട് കൂടി 6 സിംഗിൾ ക്രോഷ്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു ചെയിൻ ചെയ്തിട്ട് നമ്മൾ പ്രൊജക്റ്റിനെ ഫ്ലിപ്പ് ചെയ്തിട്ട് അടുത്ത 6 സിംഗിൾ ക്രോഷ്യ ചെയ്യും. പിന്നെയും ഇത് തന്നെ ഒരു ചെയിൻ ചെയ്യുന്നു, പ്രൊജക്റ്റ് തിരിച്ചു പിടിക്കുന്നു, എന്നിട്ട് 6 സിംഗിൾ ക്രോഷ്യ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 80 സെൻറ്റിമീറ്ററോളം ചെയ്തു വിടണം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 80 സെൻറ്റിമീറ്റർ വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം തന്നെ മതിയാവും. കാരണം ഇത് ക്രോഷ്യ കൊണ്ട് ചെയ്ത സ്ട്രാപ്പ് ആയതുകൊണ്ട് നമ്മൾ ബാഗിൽ എന്തെങ്കിലും വെയിറ്റുള്ള സാധനം, ഇപ്പോൾ ഫോൺ ഇട്ടിട്ടുണ്ടെങ്കിൽ ബാഗ് ഇങ്ങനെ തൂങ്ങിപ്പോവും. കാരണം ഈ സ്ട്രാപ്പ് കുറച്ച് സ്ട്രെച്ചബിളാണ്. അപ്പോൾ അതിങ്ങനെ തൂങ്ങി നിൽക്കും, അപ്പോൾ ലെങ്ത്ത് കൂടും. അപ്പോൾ നമുക്ക് ഈ ലെങ്ത്ത് മതിയാവും. അപ്പോൾ ഏകദേശം 80 സെൻറ്റിമീറ്റർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ സെയിം ബാഗ് ഹുക്ക് വെച്ചിട്ട് അതിനോടുകൂടി നമ്മൾ അടുത്ത 6 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് നമ്മുടെ ടെയിൽ ബാക്കി വെച്ചിട്ട് ടേപ്പസ്ട്രി നീഡിൽ വെച്ച് നമ്മളത് സെക്യൂർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതിനുള്ള കുറച്ച് ടെയിൽ ബാക്കി വെച്ചിട്ട് നമ്മൾ യാണ് കട്ട് ചെയ്ത് വിട്ടാൽ മതിയാവും.
ഇപ്പം നമ്മുടെ ബാഗിൻ്റെ ഒരു 90% കാര്യങ്ങളും റെഡിയായിട്ടുണ്ട്. ബേസ് റെഡിയായി, സ്ട്രാപ്പ് റെഡിയായി, സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്തും കൂടെ കൊടുത്തു. ഇനി നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാനാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് കിട്ടിയ സിബ് എന്ന് പറയുന്നത് കുറച്ച് ചെറുതായിരുന്നു, ഇതിൻ്റെ ലെങ്ത്തിന് അത്ര ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പഴയ ബാഗിൻ്റെ സിബ് അഴിച്ചെടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇതിനും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനും അത് ലെങ്ത്ത് കൂടുതലാണ്. ഇത് കുറച്ച് ലെങ്ത്ത് കൂടുതൽ, വേറെ കിട്ടിയത് ലെങ്ത്ത് കുറവ്. എനിക്ക് കറക്റ്റ് ലെങ്ത്തിൽ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം കറക്റ്റ് ഒരു 12 ഇഞ്ചിൻ്റെയൊക്കെ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. എന്നിട്ട് നമ്മളിത് ഒന്ന് സേഫ്റ്റി പിന്നൊക്കെ വെച്ച് നമുക്കൊന്ന് എല്ലാ ഭാഗത്തും സേഫാക്കി കൊടുക്കാം. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഈ കൈത്തുന്നൽ എനിക്ക് അത്രയും വശമുള്ള പരിപാടിയല്ല, അതുകൊണ്ട് ഞാൻ ഈ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിൽ നല്ല മിസ്റ്റേക്സ് ഉണ്ട്. അത് കാണാൻ അത്ര നീറ്റായിട്ടൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നല്ല നീറ്റായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ അറിയുന്ന ആരെക്കൊണ്ടെങ്കിലും ചെയ്യിക്കുക. അപ്പം നല്ല ഭംഗിയിൽ കിട്ടും. ഫൈനലി നമ്മുടെ ബാഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ക്രോഷേ പഠിച്ചു തുടങ്ങിയവർക്കൊക്കെ ഷോ കാണിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ ക്രോസ് ബാഗ്. ഇതിപ്പം നമ്മൾ കുറച്ച് വലുതായിട്ട് ചെയ്തതുകൊണ്ട് അത്യാവശ്യം നമ്മുടെ ഒരു ഫോണും പവർ ബാങ്കൊക്കെ കൊള്ളുന്നുണ്ട് കേട്ടോ. ഞാനത് ഇട്ട് നോക്കിയായിരുന്നു. അപ്പോൾ അതൊക്കെ കൊള്ളാൻ പറ്റിയൊരു ക്രോസ് ബാഗാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതിനകത്ത് മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്തതിനകത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ, പിന്നെ ഇതുപോലത്തെ ട്യൂട്ടോറിയൽസ് ഇഷ്ടമാണെങ്കിൽ ഇനി എന്തിൻ്റെയെങ്കിലും ട്യൂട്ടോറിയൽ വീഡിയോസ് വേണമെങ്കിലും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ആരും മറക്കില്ലല്ലോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവർക്കോ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും എനിക്ക് അത്രയേറെ വിലപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുമെന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.